ഹായ്, ഇന്നത്തെ വീഡിയോ ഷുഡ് യു ടേക്ക് സോഷ്യോളജി ആസ് എ ഓപ്ഷൻ ഫോർ UPSC. 2027 എഴുതാൻ പോകുന്ന ആൾക്കാർക്കാണ് ഈ വീഡിയോ കുറച്ചും കൂടി യൂസ്ഫുൾ ആവാൻ വേണ്ടി പോകുന്നത്. ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സമയമായിരിക്കുകയാണ് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ. ഐ എം വിനായക്, യു വാച്ചിങ് UPSC വേൾഡ് ആൻഡ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. യു ഹാവ് ഫ്യൂ ഓപ്ഷൻസ്. ഒന്ന്, എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തു, ഫ്രണ്ട് പറഞ്ഞത് കൊണ്ട് എനിക്ക് എടുക്കാൻ തോന്നുന്നു. രണ്ട്, കുറേ ടോപ്പേഴ്സ് എടുത്തിട്ടുണ്ട്, കുറേ ആൾക്കാർ എളുപ്പമാണെന്ന് പറയുന്നു, അതുകൊണ്ട് എടുത്തേക്കാം. മൂന്ന്, നിങ്ങൾ 11th-ലും 12th-ലും സോഷ്യോളജി പഠിച്ചിട്ടുണ്ട്, സോ അപ്പോൾ എളുപ്പമായി തോന്നിയത് കൊണ്ട് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി തോന്നുന്നു. ഇതൊക്കെ വളരെ ഒരു ന്യായമായൊരു വ്യൂസ് ആണ്. കാരണം കമ്പാരിറ്റീവ്ലി നല്ല മാർക്കിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, സബ്ജക്റ്റാണ്. അതുപോലെ തന്നെ കുറേ നോട്ട്സും ഇതൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. എവിടെ പോയാലും നിങ്ങൾക്ക് ഓപ്ഷണലിൻ്റെ ക്ലാസ്സസും കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ദി ആക്ച്വൽ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് നിങ്ങളെ കൊണ്ട് പറ്റുമോ ഇല്ലയോ. ഇത് മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പം വഴി നിങ്ങൾ ഇതിൻ്റെ സിലബസ് അനലൈസ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് പേപ്പറിലും സെക്കൻഡ് പേപ്പറിലും നോക്കുമ്പോൾ ഫസ്റ്റ് പേപ്പർ കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നും, സെക്കൻഡ് പേപ്പർ കുറച്ചും കൂടി ഡൈനാമിക്കാണ്. ആ ഡൈനാമിക് ആയ പേപ്പറിലെ കാര്യങ്ങൾ നിങ്ങൾക്ക്, ആ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റുമോ നിങ്ങൾ നോക്കാം. അതിനുശേഷം നിങ്ങൾ ശ്രമിക്കേണ്ടത് ടോപ്പേഴ്സിൻ്റെ കോപ്പി എടുത്തിട്ട് ടോപ്പേഴ്സിൻ്റെ കോപ്പീസിലെ ആൻസർ നിങ്ങൾക്ക് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണോ നോക്കുക. ഒരു ടോപ്പിക്ക് കണ്ടു കഴിഞ്ഞാൽ, ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം അവരെങ്ങനെ എഴുതി, ഇങ്ങനെ തന്നെയാണോ ഞാനും എഴുതുക. ഈ ഒരു സാധനം നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ടോപ്പിക്കിലെ കണ്ടന്റ് അറിയില്ല എന്നുള്ളത് പോട്ടെ, കാരണം കണ്ടന്റ് അല്ല ഇവിടെ നോക്കേണ്ടത്. ഒരു ചോദ്യത്തിൽ നമ്മളോട് ഒരു കാര്യം ചോദിച്ചാൽ അതിന് വേറെ ഒരു രീതിയിലേക്ക് കറണ്ട് അഫയേഴ്സ് ആയിട്ടും അതുപോലെ തന്നെ ഡൈനാമിക് ആയ രീതിയിലും നമ്മൾക്ക് അവതരിപ്പിക്കാൻ വേണ്ടി പറ്റണം. ആ ഒരു സാധനം നിങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. അതിന് ഒന്നോ രണ്ടോ ടോപ്പേഴ്സിൻ്റെ 1-2 ആൻസർ കോപ്പീസ് എടുത്ത് നോക്കിയിട്ട് അതിൽ ചെയ്തിരിക്കുന്ന പോലെ നിങ്ങൾക്ക് അതിലൊരു 50% അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും തോന്നുകയാണെങ്കിൽ പോലും ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ. ദി നെഗറ്റീവ്സ് ഓഫ് സോഷ്യോളജി ആസ് എൻ ഓപ്ഷണൽ. ഇതിൽ ഏറ്റവും ഒരു കുഴപ്പമുള്ള കാര്യം എന്താ വെച്ചാൽ, എല്ലാവരും നിങ്ങളെപ്പോലെ തന്നെ സോഷ്യോളജിയാണ് ഓപ്ഷണലായിട്ട് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലെ എല്ലാവരും എടുക്കുമ്പോൾ എല്ലാവരും ആ കോമ്പറ്റീഷനെ കൂട്ടുവാണ്. നിങ്ങൾക്കപ്പോൾ മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ അത്രത്തോളം നല്ലൊരു ആൻസർ റിപ്രൊഡ്യൂസ് ചെയ്യണം. അതേസമയം മലയാളം എന്ന് നോക്കുമ്പോൾ കേരളത്തിൽ മാത്രമേ ആൾക്കാർ എടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ പല സബ്ജക്റ്റുകൾക്കും എടുക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ്. പക്ഷേ അതേസമയം സോഷ്യോളജി എല്ലാ സ്ട്രീമിലുള്ള എല്ലാ നാട്ടിലുള്ള ആൾക്കാരും എടുക്കുന്നൊരു സബ്ജക്റ്റാണ്. അതാണ് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം. സോഷ്യോളജി എങ്ങനെ പഠിക്കാം? സോഷ്യോളജി പഠിക്കാനുള്ള ഏറ്റവും എളുപ്പം വഴി, നിങ്ങൾക്ക് പല യൂട്യൂബ് റിസോഴ്സസിലും നിങ്ങളോട് പല ബുക്സും വായിക്കാൻ വേണ്ടി പറയും. പക്ഷെ ആ ബുക്സിനേക്കാളും ഞാൻ റെഫർ ചെയ്യാൻ, നിങ്ങൾ 1-2 PDFs നിങ്ങൾക്ക് എല്ലാവരും യൂസ് ചെയ്യുന്ന 1-2 PDFs കിട്ടും, 2 പേപ്പറിനും കൂടി. അത് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ക്ലാസ്, ഒന്നെങ്കിൽ നിങ്ങൾ ക്ലാസ്സിന് വേണ്ടി എൻറോൾ ചെയ്യുക. പ്രോപ്പറായിട്ടൊരു ക്ലാസ്സിന് പൈസ കൊടുത്ത് കയറുന്നതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. കാരണം അതാകുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ടാകും. നമ്മൾ GS പഠിക്കണം, പ്രിലിംസിന് പഠിക്കണം, മെയിൻസിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, ഈ ഒരു സാധനം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കിയാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും, കൺസിസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ സ്വന്തം ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഒരു ഒറ്റ ക്ലാസ്, ഒരൊറ്റ മെൻറ്റർ അല്ലെങ്കിൽ ഒറ്റൊരു ടീച്ചറിനെ യൂട്യൂബിൽ നിന്ന് എടുക്കുക. 1-2 ആൾക്കാർ ഒരു കാരണവശാലും എടുക്കരുത്. ഒരൊറ്റ ആളെ എടുത്തിട്ട് അയാളുടെ ക്ലാസ് ഫസ്റ്റ് പേപ്പറിനും സെക്കൻഡ് പേപ്പറിനും ആദ്യം തൊട്ട് അവസാനം വരെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഓപ്ഷണൽ എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ ഈ ജനുവരി തൊട്ട് അടുത്ത ഡിസംബർ വരെ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. അത് നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ പകുതിക്ക് മോട്ടിവേഷൻ സ്കിപ്പ് ആവാം, ചിലപ്പോൾ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന കണ്ടന്റ് നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറെ കാര്യങ്ങൾ വന്ന് നമ്മൾ ഓവർവെൽമിംഗ് ആയി തോന്നി നിർത്താനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പല പോർഷൻസും ബോറിംഗ് ആയിട്ടും തോന്നാൻ സാധ്യതയുണ്ട്. സോ ഇതൊക്കെ വരുന്ന കാരണം നിങ്ങൾക്ക് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ക്ലാസ് വേണ്ടി ഓപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ടൈം ടേബിൾ കീപ്പ് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കാം. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സോഷ്യോളജിക്ക് മാത്രമല്ല, ഏത് സബ്ജക്റ്റിനാണെങ്കിലും നിങ്ങൾ ജനുവരി തൊട്ട് ഡിസംബർ പഠിക്കണം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് നോക്കണം, ആൻസർ കോപ്പീസ് ചെക്ക് ചെയ്യണം, പലരുടെയും പല ടോപ്പേഴ്സിൻ്റെയും. എന്നിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ടാണ്. നിങ്ങളുടെ ഫ്രണ്ട് പറഞ്ഞു, വീട്ടിൽ നിന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചർ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ചു കൊണ്ട് പോലും നിങ്ങൾ എടുക്കരുത്. നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഐ തിങ്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കൊരു ഓവർവ്യൂ കിട്ടിക്കാണും, നിങ്ങൾക്ക് എടുക്കണോ വേണ്ടയോ എന്നുള്ളത്. അറ്റ്ലീസ്റ്റ് ആ കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഏത് വഴിയിൽ പോകണം എന്നെങ്കിലും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ആൻഡ് ഹോപ്പ്ഫുള്ളി യു ചൂസ് ദ റൈറ്റ് ഓപ്ഷൻ ഫോർ യുവർ സെൽഫ്. ബിക്കോസ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് പകുതിക്കായി നിർത്തൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു കൊല്ലത്തെ പ്രിപ്പറേഷൻ ഓപ്ഷണലി എന്തായാലും കൊടുത്തേ പറ്റത്തുള്ളൂ, കാരണം ആദ്യമായിട്ട് തുടങ്ങുകയാണ്. ആൻഡ് അതുപോലെ തന്നെ 12th പഠിച്ച പോലെ അല്ല,
കുറേ കാര്യങ്ങൾ വ്യത്യാസമായിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ ഡെപ്തിലേക്ക് പഠിക്കേണ്ടി വരും. സോ അത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലോർത്തുകൊണ്ട് യു സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ. ഡു നോട്ട് ഗീവ് അപ്പ്, ഡു നോട്ട് ലെറ്റ് എനി സെറ്റ് ബാക്ക് പുൾ യു ബാക്ക്. ഓക്കെ, so that's it. As always, comment what you want to listen, what you want to hear from me, and also like, subscribe and share and all that. So take care. Bye bye. See you in the next video. Bye.